ഹലോ, വെൽക്കം ബാക്ക്. നമ്മൾ നോക്കാൻ പോകുന്ന ഒരു ഫുള്ളി ഫ്ലെജ്ഡ് ആയിട്ടുള്ള എക്സ്പൾസ് നമ്മൾ ഫുള്ളി മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഒരു ലോങ് റൈഡ് ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാനുള്ള രീതിയിൽ നമ്മൾ മോഡിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് നമ്മൾ ഫിക്സ് ചെയ്തേക്കണമെന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് തന്നെ ടോപ്പ് കേസ് ബോക്സ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ കാരിയർ പ്ലേറ്റ് വരുന്നുണ്ട്. കാരിയർ പ്ലേറ്റ് നമുക്ക് സെപ്പറേറ്റും വെക്കാൻ പറ്റും. അപ്പോൾ കാരിയർ പ്ലേറ്റ് വെച്ചിട്ടാണ് നമ്മൾ ടോപ്പ് ബോക്സ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ അതിൽ നെക്സ്റ്റ് നമ്മൾ ചെയ്തിരിക്കുന്നത് സാഡിൽ സ്റ്റേ ആണ്. 2 സൈഡ് സാഡിൽ സ്റ്റേ വരുന്നുണ്ട്. ഇതിൽ നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന ബ്രാൻഡ് മോഡേൺ ടെക് എന്ന ബ്രാൻഡാണ്. ഇതിപ്പോൾ അത്യാവശ്യം നല്ല പ്രീമിയം സെഗ്മെൻറ്റിൽ വരുന്ന ബ്രാൻഡാണ്. നല്ല ക്വാളിറ്റി പ്രോഡക്റ്റാണ്. നമുക്കൊരു 17 ഗേജ് മെറ്റലൊക്കെ 17 ഗേജ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നല്ല പ്രീമിയം ക്വാളിറ്റി മെറ്റീരിയലാണ് വരുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ക്രാഷ് ഗാർഡ് നോക്കുകയാണെങ്കിൽ ഇതിൽ ചെയ്തിരിക്കുന്നത് മോട്ടോടോർക്കിൻ്റെ ക്രാഷ് ഗാർഡാണ്. അതും വിത്ത് സ്ലൈഡറാണ് വരുന്നത്. സാൻഡ് ബ്ലാസ്റ്റർ പൗഡർ കോട്ടിങ്ങാണ് അത് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ. അത് വിത്ത് സ്ലൈഡ് ആ റേഞ്ചിൽ നമുക്ക് സൈഡ് എഞ്ചിൻ കവർ ആ ഏരിയ നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഓഫ് റോഡിംഗ് ഒക്കെ പോകണമെങ്കിൽ നമുക്ക് ഇത്തിരി സേഫ് ആയിരിക്കും കമ്പാരിറ്റീവ്ലി. പിന്നെ നമുക്ക് റിയറിൽ ബ്രേക്ക് ഫുൾ ക്യാപ്പിൻ്റെ കണ്ടെയ്നർ നമ്മൾ ചെയ്യുന്നുണ്ട്. ഗ്രിൽ കണ്ടെയ്നർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് നോർമലി വരുന്ന പ്ലാസ്റ്റിക്കാണ് അത് വരുന്നത്. അപ്പോൾ അതിന് ഗ്രില്ല് പ്രൊട്ടക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് റോഡിംഗ് ഒക്കെ പോകുമ്പോൾ കല്ലടിച്ച് ഇഷ്യൂസ് ഒന്നും ഉണ്ടാവില്ല, പൊട്ടണ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല. പിന്നെ അതുപോലെ നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുന്നത് ചെയ്തിരിക്കുന്നത് ഡിസ്കാലിബറിൽ നമ്മൾ അതിൻ്റെ ഒരു ഗ്രില്ല് വെച്ചിട്ട് അതിനൊരു പ്രൊട്ടക്ഷൻ വെച്ചിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് നമ്മൾ ഹാൻഡ് ഗാർഡാണ്. ലൈക്ക് സേഫ്റ്റി മെഷറിൽ തന്നെ വരുന്ന ഹാൻഡ് ഗാർഡ് ചെയ്തിട്ടുണ്ട്. അത് MS-ൻ്റെ മെറ്റൽ ഹാൻഡ് ഗാർഡ് വിത്ത് പ്ലാസ്റ്റിക് കവറാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു സേഫ്റ്റി എന്ന് പറയുമ്പോൾ നമുക്കൊരു കംഫർട്ട് ലെവലിൽ വരുന്ന ഹാൻഡിൽ റേസ് വരുന്നത് ഇതിനുള്ള റൈഡിങ് കംഫർട്ടൊക്കെ ഇതിനോട് പ്രോപ്പറായിരിക്കും. അത് നമ്മൾ മോഡേൺ ടെക്കിൻ്റെ ഫുള്ളി അലൂമിനിയം ഹാൻഡ് റേസസ് ആണ് ഇതിനെ സ്ട്രെയിറ്റ് ഹാൻഡ് റേസസ് ആണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ടിലോട്ട് വരാൻ നേരത്ത് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ് ഹെഡ്ലൈറ്റ് ഗ്രില്ല് ചെയ്തിട്ടുണ്ട്. ഹെഡ്ലൈറ്റ് ഗ്രില്ലുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു ഓക്സിലറി ഫോഗ് ലൈറ്റ്സ് ചെയ്തിട്ടുണ്ട്. ലൈക്ക് അത് നമുക്ക് ചെയ്തിട്ട് എഡ്ജിൻ്റെ മിനി ഫോഗ് ലാമ്പ് ആയിരിക്കണം. നമുക്കത് വൈറ്റ് യെല്ലോ 2 കളേഴ്സ് നമുക്കതിൽ ഒറ്റ ഇതിൽ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഇത്തിരി ക്യൂട്ടായിട്ട് ചെറുതായിട്ടിരുന്നുള്ളൂ. അത് നല്ലോണം ഫാസ്റ്റ് മൂവിങ് ആയിട്ടുള്ള മോഡലാണ് ഇപ്പോൾ. പിന്നെ നമ്മൾ ലഗേജസിലേക്ക് വരാൻ നേരത്തെ നമ്മൾ ടോപ്പ് ബോക്സ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു മിനി ടാങ്ക് ബാഗ് ചെയ്തിട്ടുണ്ട്. ചെറിയൊരു ടാങ്ക് ബാഗാണ്. BBG എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ടാങ്ക് ബാഗാണ്. മിനി ടാങ്ക് ബാഗ് മാഗ്നറ്റിക് ആണ് വരുന്നത്. ഇതാകുമ്പോൾ എക്സ്പെൻസിനാണെന്ന് നമുക്ക് വലിയ ടാങ്ക് ബാഗിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. ബുദ്ധിമുട്ടായി ഹാൻഡിൽ ഇരിക്കുമ്പോഴൊക്കെ നമുക്ക് തട്ടും. അപ്പോൾ ഈ മോഡൽ വരുന്ന ഇത്ര ചെറിയ സൈസാണ്, മിനി ടാങ്ക് ബാഗാണ്. അപ്പോൾ നമുക്കിതിൽ ഭയങ്കര ഹെവി ലഗേജ് അല്ല, ലൈക്ക് ചെറിയൊരു ലഗേജും പിന്നെ നമ്മൾ പെട്ടെന്ന് എടുക്കാനുള്ള യൂട്ടിലിറ്റീസ് ആയിട്ടുള്ള ഐറ്റംസൊക്കെ നമുക്ക് ഇതിനകത്ത് വെക്കാൻ പറ്റും. പിന്നെ അഗെയിൻ നമ്മൾ കംഫർട്ടിലേക്ക് വന്നിട്ട് എയർ കുഷ്യൻ ചെയ്തിട്ടുണ്ട്. സീറ്റ് കുഷ്യൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു ന്യൂ ലോഞ്ച് പ്രൊഡക്റ്റാണ്. BBGയുടെ എയർ കുഷ്യൻ പ്ലസ് നമുക്ക് ഇതിനുള്ള വെള്ളവും നമുക്ക് ഈ ഒരു എയർ കുഷ്യൻസിൻ്റെ എയർ അല്ലാണ്ട് എയർ കളഞ്ഞിട്ട് നമുക്ക് അതിനുള്ള വാട്ടർ നമുക്ക് ഫില്ല് ചെയ്യാൻ പറ്റും. അപ്പോൾ 2 രീതിയിൽ നമുക്കത് യൂസ് ചെയ്യാം. അപ്പോൾ എയർ വെച്ചിട്ട് യൂസ് ചെയ്യാം, പിന്നെ വാട്ടറിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതും ഡിപ്പെൻസ്, കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക്. എയർ ആണെങ്കിലും വാട്ടർ ആണെങ്കിലും നമുക്ക് 2 രീതിയിലൊരു കംഫർട്ട് ലെവലിലേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ബേസിക്കലി നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ അത് നമ്മൾ നെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ സൈഡിൽ വന്ന സൈഡ് സ്റ്റാൻഡ്. അത് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരും. അത് എല്ലാ വണ്ടികളും ഇപ്പോൾ ചെയ്യുന്നുണ്ട് സൈഡ് സ്റ്റാൻഡ് എക്സ്റ്റൻഡർ എന്ന് പറഞ്ഞിട്ട്. അത് നമ്മൾ ഇത്തിരി മഡ് ഏരിയസിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇത്തിരി സ്ട്രോങ് ആയിട്ട് സ്റ്റാൻഡ് ഇട്ടാൽ ഇരുന്നോളും, ഇത്തിരി ഗ്രിപ്പി ആയിട്ട് ഇരുന്നോളും. നമുക്ക് കമ്പാരിറ്റീവ് മറ്റേനേക്കാളും ബെറ്റർ ആയിരിക്കും വരുന്നത്. പിന്നെ ഇതിനകത്ത് നമുക്ക് ക്രാഷ് ഗാർഡ്സും വേറെ മോഡൽസ് ഉണ്ട്. ലൈക്ക് ഇതിപ്പോൾ മോട്ടോടോർക്ക് തന്നെയാണ്. മോഡേൺ ടെക്കിൻ്റെ തന്നെ ഇത്തിരി ഫീച്ചേഴ്സ് കൂടി ഒരു മോഡലുണ്ട്. അത് ഡൈനാമിക് ക്രാഷ് ഗാർഡ് എന്ന് പറയുന്നത് അതിന്. അപ്പോൾ ആ ഒരു മോഡൽ അവൈലബിൾ ആണ്. അത് ജസ്റ്റ് ഫോട്ടോസ് നമ്മളിതിൽ കാണിച്ചു തരാം. ഇതാണ് എക്സ്പൾസിൽ നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോകാൻ വേണ്ടി എക്സ്പൾസിൽ നമ്മൾ ചെയ്തിരിക്കുന്ന ആക്സറൈസ് വരുന്നത്. ഇത് ബേസിക്കലി നമ്മളൊരു ഫാസ്റ്റ് റിവ്യൂ ആണ്. എക്സ്പ്ലെയിൻഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ ഇപ്പോൾ ഷോപ്പിൽ തിരക്കുള്ള ടൈം ഉണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്നൊരു റിവ്യൂ ചെയ്ത്. അപ്പോൾ ബേസിക്കലി നമുക്ക് കുറേ പ്രോഡക്റ്റ്സ് ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ കാരിയർ പ്ലേറ്റിലാണെങ്കിലും പല ടൈപ്പ് വന്നിട്ടുണ്ട്. ക്രാഷ് ഗാർഡ്സ് പല ടൈപ്പ് ഉണ്ട്. സാഡിൽ സ്റ്റേ പല ടൈപ്പ് ഉണ്ട്. എല്ലാ പ്രോഡക്റ്റ്സും നമുക്ക് വേറെ ഡിസൈൻസ് ഉണ്ട്, വേറെ ബ്രാൻഡുകളുടെ ഉണ്ട്. അങ്ങനെ 2-3 മോഡൽസ് എല്ലാ പ്രോഡക്റ്റ്സുകൾക്കും ഉണ്ട്. അപ്പോൾ ഇതിൽ ഫിറ്റ് ചെയ്ത പ്രോഡക്റ്റ്സ് മാത്രമേ നമ്മൾ ബേസിക്കലി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്റ്റോറിൽ ചെക്ക് ചെയ്ത് നോക്കുക. ബാക്കിയുള്ള ആക്സറീസും എല്ലാ വണ്ടികളുടെ ഉണ്ട്. ഇപ്പോൾ എക്സ്പൾസിൻ്റെ ആണെങ്കിലും എക്സ്ക്ലൂസീവായിട്ട് എല്ലാ പ്രോഡക്റ്റ്സ് നമുക്ക് വരുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. താങ്ക് യു.